ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു ഇഫ്താർ പാർട്ടിക്ക് പോകാനുള്ള ചെറിയൊരു തയ്യാറെടുപ്പിലാണ് ഞാൻ ഡൽഹി വന്നിട്ട് കഴിഞ്ഞ 3 വർഷമായിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ബിക്കോസ് ഇത് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. സോ ഐ എം ഗോയിങ് ഫസ്റ്റ് ടൈം ഹിയർ. അപ്പോൾ എന്താണ് സംഭവം എന്ന് നിങ്ങൾ ആലോചിക്കുന്നത്, KMCC ഡൽഹി വെച്ചിട്ട് നടത്തുന്ന ഒരു ഇഫ്താർ പാർട്ടി, അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഒരു SFI ലീഡർ ആയിരുന്നു ഞാൻ. ഒരു മുസ്ലിം ലീഗിൻ്റെ പരിപാടിക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ഫോറൻസിക് പഠിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഷീ ഡസ് നോട്ട് ലൈക്ക് ടു ആൻഡ് ഷീ ഡസ് നോട്ട് വാണ്ട് ടു ഷോ ഹർ ഫേസ് ഇൻ വീഡിയോ. സോ ഐ ഡിഡ്ന്റ് ട്രൈ ടു ക്യാപ്ചർ. അപ്പോൾ എൻ്റെ ഈ ഒരു ലുക്ക് മാത്രം നിങ്ങൾ കണ്ട് ആസ്വദിച്ചോളൂ. ലുക്കല്ലേ, ലുക്കിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ അണിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ റൂംമേറ്റ് പറഞ്ഞു, യു ആർ ലുക്കിംഗ് ലൈക്ക് എ മലയാളം ഫിലിം ആക്ടർ എന്ന്. ചെക്കൻ മോട്ടറാക്കാൻ വേണ്ടി പറഞ്ഞാണെന്നുണ്ടെങ്കിലും സംഭവം സത്യമാണ്. നമ്മൾ പിന്നെ അംഗീകരിക്കാറുണ്ടല്ലോ. എന്നാലും എനിക്ക് തോന്നി കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് നന്നാവായിരുന്നു. എന്നാലും ചോറിനൊക്കെ മെട്രോ സ്റ്റേഷനിലേക്ക് ഞാൻ എത്തിയപ്പോൾ എൻ്റെ സുഹൃത്തും കൂടി അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഈ രണ്ടാളും വമ്പം വലിയ വക്കീലന്മാരട്ടോ, അഡ്വക്കേറ്റ് ഇർഷാദ് ആൻഡ് സുഹൈൽ. എന്നെ കണ്ടപ്പോൾ തന്നെ പിന്നെ അവൻ പറഞ്ഞത്, അല്ലേലും പാവപ്പെട്ടവൻ്റെ ബ്ലോഗിനൊന്നും ഇവിടെ വിലയില്ലല്ലോ. ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചർ സെൻ്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഭക്ഷണം നോക്കി അവിടെ നല്ല ഫുഡൊക്കെ കിട്ടും, അത് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷേ എന്നാലും ഞാൻ വിചാരിക്കാത്ത ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഒരുപാട് നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റി. ഈവൻ എൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സുമായി റിലേറ്റഡ് ആയിട്ട് എനിക്ക് കണക്റ്റഡ് ആവുന്ന ഒരുപാട് ആളുകളെ ഞാൻ പുതുതായിട്ട് അവിടെ നിന്ന് മീറ്റ് ചെയ്തു. ഈവൻ കാശ്മീർ ട്രിപ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അംന ഷഫ്രീന്, ഇവരെ ഞാനൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് കണ്ടു. പക്ഷേ ഒന്നും മിണ്ടാനൊന്നും പറ്റിയില്ല. ആൻഡ് എവറിത്തിങ് വാസ് അറേഞ്ച്ഡ് പെർഫെക്റ്റ്ലി. ഐ റിയലി ലവ് ഇറ്റ്. അതുപോലെ തന്നെ മെനി ലീഡേഴ്സ് അറ്റൻഡ് ഇവൻറ്റ് ഇൻക്ലൂഡിങ് EP ജയരാജൻ, ഷിയാബ് തങ്ങൾ, ET റഹീം, അങ്ങനെ കുറേ ആളുകൾ. ഒരു രാഷ്ട്രീയ മത സൗഹൃദപരമായിട്ടുള്ള ഒരു അടിപൊളി പരിപാടി. സോ ഇറ്റ് വാസ് റിയലി നൈസ് ആൻഡ് ഐ റിയലി റിഗ്രറ്റ് മിസ്സിങ് ദിസ് പ്രോഗ്രാം ഫോർ ദി പാസ്റ്റ് 2 years. സാരല്ല, നമുക്ക് വേദിയില്ല. എന്തായാലും നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ നമ്മളെ കയ്യിലേക്ക് ഓരോ പൊതി തന്നു. അതിൽ കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ എണ്ണക്കടികൾ, ജ്യൂസൊക്കെ ആയിട്ടുള്ള സംഭവം അടിപൊളി. പക്ഷെ ഇതൊന്നല്ലായിരുന്നു ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇർഷാദ് നബീലിനോട് അവൻ്റെ ഫുള്ള് കത്തിയിട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സുഹൈൽ വന്നുകൊണ്ട് പറഞ്ഞു, വട്ടത്തിലും ത്രികോണത്തിലും ചതുരത്തിലായിരുന്നു മോഞ്ചിക്കോ, ഫുഡ് കഴിഞ്ഞു കൊണ്ടു. ചിലതൊന്നും ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പോലും കിട്ടിയില്ല. ബിരിയാണി അവിടെ ഇവിടെ ഒന്ന് മണക്കാൻ കിട്ടി. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. നമുക്ക് വിചാരിച്ച മാതിരി ഒന്നും കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ്, എവറിത്തിങ് വാസ് റിയലി ഗുഡ്. ഐ റിയലി എൻജോയ് ഇറ്റ്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കഴിക്കാൻ പോയാൽ കഴിക്കണം, മാനത്ത് നോക്കിന്നാ ഇതൊക്കെ തന്നെ അല്ലേ ഉണ്ടാവും. അപ്പം ശരി, അടുത്ത വീഡിയോ കാണാം.